സോഷ്യൽ മീഡിയയിലെ പാറ്റകൾ ഒടുവിൽ ഡൽഹിയിലെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പാറ്റകൾ വെറും ട്രോളും മീമും മാത്രമാണോ എന്ന് ശനിയാഴ്ച അറിയാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത നീറ്റ് വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ശനിയാഴ്ച ഡൽഹിയിൽ സമരത്തിന്. ഡിജിറ്റൽ ലോകത്തെ കൂട്ടായ്മ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ എന്തു സംഭവിക്കും? I have decided to come back to India. Yes, मैं अपने देश अपने घर इंडिया वापस आ रहा हूँ एजुकेशन मिनिस्टर धर्मेंद्र प्रधान का रेजिग्नेशन मांगने के लिए. ഇന്ത്യൻ രാഷ്ട്രീയവും സോഷ്യൽ മീഡിയയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു നിർണായക വാർത്ത. ഡിജിറ്റൽ ലോകത്തെ ട്രോളുകളിൽ നിന്നും മീമുകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു കൂട്ടായ്മ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ നേരിട്ടുള്ള സമരത്തിന് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ലക്ഷ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അതിനായി പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ വിദേശത്തു നിന്ന് ശനിയാഴ്ച ഡൽഹിയിലെത്തുന്നു. എന്താണ് ഈ നീക്കത്തിനു പിന്നിൽ? मैंने डिसाइड किया है मैं 6 जून सैटरडे सुबह दिल्ली आऊँगा. आप सब मुझे एयरपोर्ट पर मिलिए. हम सब मिलकर पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे और वहाँ पर जंतर मंतर पर एक पीसफुल प्रोटेस्ट करने के लिए परमिशन मांगेंगे. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് ലളിതമായി പറയാം. ഒരു കോടതി പരാമർശത്തിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പരിഹാസ കൂട്ടായ്മ രൂപപ്പെടുന്നത്. എന്നാൽ ഡിജിറ്റൽ ലോകത്തെ ആ പരിഹാസം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറുകയാണെന്നതിൻ്റെ സൂചനകൾ പുറത്തുവരുന്നു. ചില വിമർശകർ അഭിജിത്ത് അമേരിക്കൻ പൗരത്വമുള്ളയാളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരാൻ അവർക്കായിട്ടുമില്ല. പുറത്തു വന്നിട്ടുള്ള രേഖകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ജനിച്ച ഇന്ത്യൻ പൗരനാണ് അഭിജിത് ദീപ്കെ. നിലവിൽ ഉപരിപഠനത്തിനായി അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലുള്ള അഭിജിത്ത് അവിടെ നിന്നാണ് ഈ ഡിജിറ്റൽ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. താൻ അമേരിക്കൻ പൗരനല്ലെന്നും ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരൻ തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യപരമായ പ്രതിഷേധത്തിനുള്ള പൂർണ്ണ അവകാശം അദ്ദേഹത്തിനുണ്ട്. ജൂൺ 6 ശനിയാഴ്ച രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നാണ് അഭിജിത് ദീപ്കെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ പോകുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഡൽഹിയിലെ സമരവേദിയായ ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ അനുമതി തേടുകയാണ് ലക്ഷ്യം. മുമ്പ് കൊച്ചിയിലും ബംഗളൂരുവിലും സമാനമായ രീതിയിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ ഒത്തുചേരലുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല. അവ വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള പ്രചാരണങ്ങളായിരുന്നു എന്നാണ് സൂചന. എന്നാൽ ഇത്തവണ സ്ഥാപകൻ തന്നെ നേരിട്ട് എത്തുമ്പോൾ കഥ മാറുകയാണ്. നീറ്റ് CBSE പരീക്ഷാ വിവാദങ്ങളിൽ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഓൺലൈൻ ഹർജിയുടെ കരുത്തിലാണ് ഈ വരവ്. എന്തുകൊണ്ടാണ് ഈ സമരം ഇത്രയധികം ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടത്? ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാകാൻ പോകുന്ന ജെൻസി അഥവാ യുവതലമുറയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നോക്കൂ. ഈ വർഷം മാത്രം 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ഇതിനു പുറമെ 17 ലക്ഷത്തോളം CBSE പരീക്ഷാർത്ഥികളും വിവിധ സംസ്ഥാന ബോർഡുകളിലായി പരീക്ഷ എഴുതിയവരും ചേരുമ്പോൾ രാജ്യത്തെ 1 കോടിയിലധികം വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭാവിയാണ് ഈ പരീക്ഷാ സിസ്റ്റത്തിൻ്റെ അപാകതകൾ കാരണം പ്രതിസന്ധിയിലായിരിക്കുന്നത്. പേപ്പർ ചോർച്ചയും മാർക്ക് വിവാദവും ഈ കൗമാരക്കാരിലുണ്ടാക്കിയ മാനസിക സമ്മർദ്ദവും നിരാശയുമാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന ഇന്ധനം. രണ്ടാമത്തെ കാരണം ഈ ഡിജിറ്റൽ കൂട്ടായ്മയെ സർക്കാർ നേരിട്ട രീതിയാണ്. ഈ കൂട്ടായ്മ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IT മന്ത്രാലയം ഇവരുടെ ഒഫീഷ്യൽ X അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിക്കുന്നത്. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സോഷ്യൽ മീഡിയയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അക്കൗണ്ട് നിരോധിക്കാനുള്ള സർക്കാരിന്റെ അധികാരവും തമ്മിലുള്ള കടുത്ത നിയമയുദ്ധത്തിനാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. അടിയന്തരമായി അക്കൗണ്ട് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ലെങ്കിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഈ കൂട്ടായ്മ. പ്രതിപക്ഷ പാർട്ടികൾ പോലും പാർലമെന്റിന് പുറത്ത് ശക്തമായ തെരുവ് യുദ്ധത്തിലേക്ക് കടക്കാത്ത ഒരു സമയത്താണ് ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ കേന്ദ്രമന്ത്രിക്കെതിരെ നേരിട്ട് രംഗത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഇനി നമുക്ക് മുന്നിലുള്ള ചോദ്യം ഇതാണ്: ജൂൺ 6 എന്ത് സംഭവിക്കും? ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും ഷെയറുകളും യഥാർത്ഥത്തിൽ ആളുകളായി തെരുവിലേക്ക് ഇറങ്ങുമോ എന്ന് ഈ ശനിയാഴ്ച അറിയാം. അഭിജിത്തിന്റെ ആഹ്വാനം കേട്ട് വിദ്യാർത്ഥികളും യുവാക്കളും ഡൽഹി വിമാനത്താവളത്തിലും ജന്തർ മന്ദറിലും എത്തിയാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളുടെ പുതിയൊരു ശക്തി പ്രകടനമാകും. എന്നാൽ അനുയായികൾ എത്തിയില്ലെങ്കിൽ ഡിജിറ്റൽ ലോകത്തെ പിന്തുണ വെറും കാറ്റാണെന്ന് തെളിയും.
വ്യാജ ഐഡികൾക്ക് പിന്നിലിരിക്കുന്ന വെറും സൈബർ പാറ്റകൾ മാത്രമാണ് ഇതെന്ന വിമർശകരുടെ വാദം ജയിക്കും. സർക്കാർ ഇതിനെ എങ്ങനെ നേരിടും? അഭിജിത്ത് ഒരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് തന്നെ വിദേശ പൗരന്മാർക്ക് നൽകുന്നത് പോലെയുള്ള യാത്രാവിലക്കോ നാടുകടത്തലോ ഇവിടെ സാധ്യമല്ല. എന്നാൽ വിദേശത്തിരുന്ന് ഇന്ത്യക്കെതിരെ ഡിജിറ്റൽ ക്യാമ്പയിൻ നടത്തുന്നു എന്ന തരത്തിൽ ഭരണപക്ഷത്തെ പല മാധ്യമങ്ങളും നേതാക്കളും ഇതിനകം തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളോ വിദേശ ഫണ്ടിംഗ് ആരോപണങ്ങളോ ചൂണ്ടിക്കാട്ടി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അഭിജിത്ത് ദീപ്കയെ കരുതൽ തടങ്കലിൽ വെക്കാനോ പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. താൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അഭിജിത്ത് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. പരീക്ഷാ തട്ടിപ്പിൽപ്പെട്ട് ഭാവിയിരുളടഞ്ഞ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വികാരം തെരുവിലേക്ക് പടരുമ്പോൾ അതിനെ കേവലം ഒരു മീം പേജിന്റെ അല്ലെങ്കിൽ ട്രോൾ കൂട്ടായ്മയുടെ തമാശയായി കണ്ട് തള്ളിക്കളയാൻ സർക്കാരിന് കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് പാറ്റകൾ തെരുവിലേക്ക് ഇറങ്ങുമോ അതോ ഡിജിറ്റൽ ലോകത്ത് തന്നെ ഒതുങ്ങുമോ? വരും ദിവസങ്ങളിൽ രാജ്യം അതിന് സാക്ഷ്യം വഹിക്കും.